വാഴക്കൊല കൃഷി ചെയ്ത് തന്ന ആള് ഇതാണ് പേരെന്ന് പറയുന്നത് PN ബേബിച്ചേട്ടനാണ് ഈ വാഴക്കൊല തന്ന കേട്ടാ. അപ്പൊ ഇത് ബാക്കിയെല്ലാം കൂടെ കളക്ട് ചെയ്യണം. അപ്പൊ ഇനി ഇന്നത്തെ പണി വെച്ചാല് എല്ലായിടത്തും പോയി കളക്ട് ചെയ്യാന്നുള്ളതാണ്. വൈകുന്നേരം വേണം കൊണ്ട് സമർപ്പിക്കാം. എന്റെ പിന്നെ കാണുന്ന ഈ വാഴത്തോട്ടം ഫുള്ള് പാളയംകോടൻ കായാണ്. കാണിച്ചുളങ്ങര ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കൊടിയേറ്റ് സദ്യക്ക് വലിയ പ്രാധാന്യമുള്ളത്. പച്ചപ്പാളയം കൂടാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. 10,000-കണക്കിന് ആൾക്കാരാണ് അന്നത്തെ പ്രസാദ ഊട്ടിന് പങ്കെടുക്കുന്നത്. ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ വാഴകൃഷി ആരംഭിച്ചത്. ഇത് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ ഇത് വിളവെടുപ്പ് നടത്തുകയാണ്. കാണിച്ചുളങ്ങര ക്ഷേത്രത്തിന്റെ കൊടിയേറ്റ് സദ്യയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിലാണിപ്പോൾ ഈ വാഴക്കുലയുടെ വിളവെടുപ്പ് നടത്തുന്നത്. ആദ്യത്തെ ഗ്രൂപ്പിൽ നമ്മുടെ വെറൈറ്റി ഫാമർ, നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കർഷകനായിട്ടുള്ള വെറൈറ്റി ഫാമർ സുയിത്താണ് ഈ കൊല വെട്ടി ഉദ്ഘാടനം ചെയ്തത്. ക്ഷേത്രത്തിലേക്ക് 10,000-കണക്കിന് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലോഡ് ചെയ്തിരിക്കാനാട്ടോ ഇത് ഫുൾ വിളവല്ല, ഒരു 3/4 ഭാഗം വിളവ് ആണ് ഇതിന്റെ ഒരു പാകം വേണ്ടിയാണ് കറിക്കുള്ളതല്ലേ. കാണിച്ചുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവവുമായി ബന്ധപ്പെട്ട് ചരിത്രപ്രസിദ്ധമായ കൊടിയേറ്റ് സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാഴക്കുല നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ് എല്ലാ വർഷവും കൊടുക്കുന്നത്. ഈ വർഷവും നമ്മുടെ ഗ്രൂപ്പുകൾ കൃഷി ചെയ്തുകൊണ്ടാണ് ഈ വിളവെടുപ്പ് ഇന്ന് നടത്തുന്നത്. ഏതാണ്ട് 1500 കിലോ കൊലയാണ് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നത്. ഇത്തവണയും വളരെ വിജയകരമായി ഈ വാഴക്കുല കൊടുക്കുന്ന പദ്ധതി നമുക്ക് നല്ല നിലയിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ, പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടിയേറ്റ് മഹോത്സവം ആവേശമാക്കാൻ മാരാർകുളം മടക്ക് പഞ്ചായത്ത് പൂർണ്ണമായിട്ടും സജ്ജമായി കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം കേട്ടോ സമർപ്പണം നടക്കുന്നത്. അപ്പൊ ചെയ്യുന്ന ഗ്രൂപ്പുകാരെ ഇതൊക്കെയാണ്. സന്തോഷം ഉണ്ടാവും കൊലയെ കൊടുക്കുമ്പോ? നല്ല സന്തോഷം എന്നാണ് ചേച്ചി പറഞ്ഞത്. ഈ ടീമാണ് നിങ്ങളുടെ ടീമിന്റെ പേരെന്നാ? സമൃദ്ധി എന്ന് പറഞ്ഞ ടീമാണ് ചെയ്തേട്ടാ. ഇങ്ങനെയുള്ള 100 കണക്കിന് ടീമാണ് ഇവിടെ ഉള്ളത് അല്ലേ? പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ. അതല്ലേ അവിടെയൊക്കെ ആഞ്ഞു വെട്ടിക്കൊണ്ടിരിക്കേട്ടാ. ായിട്ട് നമ്മൾ 2023-24 ജനകീയാസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾക്ക് വാഴവിത്ത് നൽകുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വാഴവിത്ത് കൊടുത്ത ഒരു ഗ്രൂപ്പിന്റെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുകയുണ്ടായി. ചേച്ചി നമ്മുടെ ഗ്രൂപ്പിന്റെ പേരെന്നാ? ഏഞ്ചൽ അല്ലേ? കൊടിയേറ്റ് സദ്യക്കുള്ള ആദ്യത്തെ ലോഡ് കണിച്ചുളങ്ങര അമ്പലത്തിന്റെ മുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കണിച്ചുളങ്ങര അമ്പലത്തിലാണ് നിൽക്കുന്നത്. കൊടിയേറ്റ് സദ്യക്കുള്ള വാഴക്കലയാണ്. കുടുംബശ്രീ പ്രവർത്തകരാണ് കൃഷി ചെയ്യിക്കുന്നത്. മാരാർകുളം മടക്ക് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി ചെയ്താണ്. വാഴവിത്തൊക്കെ സൗജന്യമായിട്ട് കൊടുത്ത് ഇപ്പോൾ ഇവിടെ കൊണ്ട് ഇറക്കിയാണ്. 6-ാം തീയതിയാണ് കൊടിയേറ്റേട്ടാ. 5-ാം തീയതി എല്ലാം ഇത് കായലരിഞ്ഞ് പാളയംകോടൻ്റെ കറിയാണ് സദ്യയോടൊപ്പം വിളമ്പുന്നത്. പ്രധാന വഴിപാടാണ്. 10,000-കണക്കിന് ആൾക്കാരാണ് ഇതെല്ലാം വന്ന് കഴിച്ചു പോകുന്നത്.